കേരളത്തിൽ മതാധിപത്യമാണ് നിലനിൽക്കുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകുകയാണ്. മലപ്പുറത്തു നിന്ന് പറയുന്നത് കേട്ട് ഭരിച്ചാൽ മതിയെന്നാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചിരുന്നു. സൂംബ നൃത്തവിവാദം, സ്കൂൾ സമയക്രമം അടക്കമുള്ള സമകാലിക വിഷയങ്ങൾ എന്നിവ മുന്നോട്ട് വച്ചായിരുന്നു വെള്ളാപ്പള്ളി ഇന്നലെ കോട്ടയത്ത് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കും. 2040 ആണ്ടാകുമ്പോഴേക്കും കേരളത്തിലെ ജനസംഖ്യ തങ്ങൾ ഇതിനേക്കാൾ വലിയ തോതിൽ വർദ്ധിപ്പിക്കും എന്നവർ പ്രതിജ്ഞ എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നമുക്ക് കേരളത്തിൽ അവരെന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം തങ്ങൾക്കായിരിക്കണം എന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് അതിൻ്റെ പിന്നിലുള്ളത്. കേരളം ഒരു മുസ്ലിം ലീഗുകാരൻ മുഖ്യമന്ത്രിയാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. അതിൽ തെറ്റൊന്നുമില്ല, അതിനു മുമ്പ് മുസ്ലിം ലീഗുകാരൻ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ മതശക്തി ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പദം കൈക്കലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോകുന്നതിനെ ചൂണ്ടിക്കാണിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിട്ടുള്ളത്. അത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്, ശരിയായൊരു വിലയിരുത്തലാണ് അത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കേരളത്തിലെ സമകാലിക സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിവച്ച ചർച്ച ഏറെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ മതാധിപത്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ള അദ്ദേഹത്തിന്റെ വാദഗതിയിലൂടെ അല്ലേ? വരും ദിവസങ്ങളിലും ഇതൊരു വലിയ ചർച്ചാ വിഷയമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ, പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു വ്യക്തിയുടെ ഈ തുറന്നുപറച്ചിലൂടെ. രോഹിണി, വളരെ ഒരു വലിയ യാഥാർത്ഥ്യമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പങ്കുവച്ചിരിക്കുന്നത്. നേരത്തെയും അദ്ദേഹം ഇത്തരം ചില ഘട്ടങ്ങളിൽ ഈ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അതായത് കാന്തപുരത്തിൽ നിന്ന് അഭിപ്രായം തേടിക്കൊണ്ട് കാന്തപുരം പറയുന്നതനുസരിച്ച് ഭരിക്കേണ്ട ഒരു സ്ഥിതി, സമസ്ത പറയുന്നത് കേട്ട് ഭരിക്കേണ്ട സ്ഥിതി, അത്തരം ഒരു ദുസ്ഥിതിയിലേക്കാണ് കേരളം പോകുന്നത്. സംഘടിതരായ ആളുകൾ, സംഘടിത മതശക്തികൾ പറയുന്നത് കേട്ട് സംസ്ഥാന സർക്കാരിനെ ഭരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം എങ്ങോട്ടാണ് നാടിനെ എത്തിക്കുന്നത് എന്ന കാര്യം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ കോട്ടയത്ത് ചോദിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഭാഗങ്ങൾ വലിയ തോതിൽ തന്നെ രാഷ്ട്രീയ ചർച്ചയായിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് പിന്തുണ മറ്റ് ഹൈന്ദവ സമുദായ സംഘടനകളിൽ നിന്നും എല്ലാം തന്നെ, സമുദായ സംഘടനകളിൽ നിന്നെല്ലാം തന്നെ വലിയ പിന്തുണ വെള്ളാപ്പള്ളി നടേശന് ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് ശ്രീ RV ബാബു അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വിശ്വ പരിഷത്തും ഹിന്ദു ഐക്യവേദിയും അടക്കമുള്ള നേരത്തെ തന്നെ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സൂംബ നൃത്തം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തു. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്ക് സമസ്ത തുടക്കമിട്ടു. അവിടെ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഓണം അവധിയും ക്രിസ്മസ് അവധിയും എല്ലാം വേണമെങ്കിൽ വെട്ടിച്ചുരുക്കിക്കോട്ടെ എന്ന് പറയുന്ന ആളുകൾ ഒരു അരമണിക്കൂർ, ഒരു ദിവസത്തിന്റെ അരമണിക്കൂർ മാറ്റത്തിന് എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്ന കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അല്ലെങ്കിൽ നേരത്തെ VS അച്യുതാനന്ദൻ പറഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും എന്ന കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ ആ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. 2040 മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറുമെന്നതടക്കമുള്ള കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ അവിടെ ഈ ഒരു പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ചില കോണുകൾ വലിയ തോതിൽ വിമർശിക്കുമ്പോൾ ആ പറഞ്ഞിരിക്കുന്നതിന്റെ ചില യാഥാർത്ഥ്യങ്ങളെ തന്നെയാണ് പൊതുസമൂഹം, രാഷ്ട്രീയ കേരളം ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കാരണം സംഘടിത മതശക്തികൾക്ക് മുന്നിൽ സംസ്ഥാന സർക്കാർ പല ഘട്ടങ്ങളിലായി മുട്ടുമടക്കുന്ന കാഴ്ച കേരളം കണ്ടതാണ്. പലപ്പോഴും ഇത്തരത്തിൽ സംഘടിത മതശക്തികൾ എന്ത് പറയുന്നു എന്നതിനെ അനുസരിച്ച് മാത്രം നീങ്ങുന്നു. അത് യാഥാർത്ഥ്യ ബോധത്തോട് ഒരിക്കലും ചേർന്ന് നിൽക്കുന്നതല്ല എന്ന വ്യക്തമായ ബോധ്യമുള്ളപ്പോൾ പോലും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. സംസ്ഥാനത്ത് മാറി വന്ന സർക്കാരുകൾ എന്നും തന്നെ, അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും കൃത്യമായി തന്നെ ഈ സംഘടിത മത ഗ്രൂപ്പുകളെയും മുസ്ലിം ലീഗിനെയും എല്ലാം ഇത്തരത്തിൽ പ്രീണിപ്പിച്ചു തന്നെയായിരുന്നു മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. അതുതന്നെയാണ് ഒരിക്കൽ കൂടി അദ്ദേഹം
വ്യക്തമാക്കിയിരിക്കുന്നത്. മലപ്പുറത്തെ സാഹചര്യം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരമൊരു ചർച്ചയ്ക്ക് തുടക്കമിടുകയും ചെയ്തിരുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ സൂംബ നൃത്ത വിവാദ സാഹചര്യത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സ്കൂൾ സമയക്രമ മാറ്റ വിവാദ ഘട്ടത്തിൽ മാത്രമല്ല, മുമ്പും സംഘടിത മതവിഭാഗങ്ങൾ സർക്കാരിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. രാഷ്ട്രീയ ചർച്ചകൾക്ക്, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ തുറന്ന ചർച്ചകൾക്ക് ഒരു തുടക്കമാവുകയും എല്ലാം ചെയ്തിരുന്നു. അതുതന്നെയാണ് വീണ്ടും ഇന്നലെ കോട്ടയത്ത് നടന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗത്തിലൂടെ ഈ സൂംബ നൃത്ത വിവാദമാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂൾ സമയക്രമ മാറ്റം വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം തന്നെ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു, പ്രത്യേകമായി തന്നെയുള്ള ഗ്രൂപ്പുകൾ ആധിപത്യം സർക്കാരിന് മേൽ സ്ഥാപിക്കുന്നു. അവരുടെ താല്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന കിട്ടുമ്പോൾ മറ്റ് ഭൂരിപക്ഷ മതങ്ങളും സമുദായങ്ങളും എല്ലാം തന്നെ അവഗണിക്കപ്പെടുന്നു എന്ന ഒരു കാര്യമാണ് അവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ഭാഗം വിവാദമാക്കുമ്പോൾ തന്നെയാണ് വലിയ തോതിലുള്ള ചർച്ചകൾക്ക് അത് തുറന്നിടുന്നത്. ഇന്ന് കൊച്ചിയിലും വെള്ളാപ്പള്ളി നടേശന്റെ പരിപാടികളുണ്ട്. അവിടെയും അദ്ദേഹം ഈ അഭിപ്രായങ്ങൾ ആവർത്തിക്കാനോ മറ്റു കൂടുതലായി കാര്യങ്ങൾ പറയാനോ ഉള്ള ഒരു സാധ്യതയുണ്ട്. ശരി ജിജീഷ്, കേരളത്തിൽ മതാധിപത്യമാണ് നിലനിൽക്കുന്നതെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകുകയാണ്. മലപ്പുറത്ത് നിന്ന് പറയുന്നത് കേട്ട് ഭരിച്ചാൽ മതിയെന്നാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചിരിക്കുന്നു. സൂംബ നൃത്ത വിവാദം, സ്കൂൾ സമയക്രമം അടക്കമുള്ള സമകാലിക വിഷയങ്ങൾ മുന്നോട്ട് വെച്ചായിരുന്നു വെള്ളാപ്പള്ളി ഇന്നലെ കോട്ടയത്ത് പ്രതികരിച്ചത്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.